എക്സ്പോർട്ട് ബിസിനസ് ഒരുപാട് പേർക്ക് വലിയ സ്വപ്നങ്ങളുള്ള ഒരു മേഖലയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പലരും ഇതിൽ പരാജയപ്പെടുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിന്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചാണ്. പലരും വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. എന്തുകൊണ്ടാണ് ഒരു എക്സ്പോർട്ട് സംരംഭം തുടങ്ങിയാൽ അത് വിജയിക്കാതെ പോകുന്നത്? നിങ്ങളുടെ മനസ്സിലിപ്പോ ചില ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ടാവും അല്ലേ? അതെ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. എന്റെ പ്രോഡക്റ്റിന് ഡിമാൻഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ വില ഒരു പ്രശ്നമായി, അതുമല്ലെങ്കിൽ മാർക്കറ്റ് ആകെ ഡൗൺ ആയിരുന്നു എന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊന്നും യഥാർത്ഥ കാരണങ്ങളല്ല. ഇതൊക്കെ ആ യഥാർത്ഥ പ്രശ്നത്തിന്റെ ചില ലക്ഷണങ്ങൾ മാത്രമാണ്. ഇനി നമുക്ക് ശരിക്കുള്ള കാര്യത്തിലേക്ക് വരാം. ഈ പറയുന്ന ഒഴികഴിവുകളുണ്ടല്ലോ, അതൊരു മഞ്ഞുമലയുടെ അറ്റം പോലെയാണ്. യഥാർത്ഥ പ്രശ്നങ്ങൾ എപ്പോഴും വെള്ളത്തിനടിയിലാവും, ആരും കാണാതെ. ആരും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ എക്സ്പോർട്ട് ബിസിനസിന്റെ ജയവും തോൽവിയും തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല, മറിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയാണ്. അതായത് നിങ്ങളുടെ പ്രോസസ്സ്. നമുക്കിതൊന്ന് സിമ്പിളായിട്ട് പറയാം. നമ്മളിൽ പലരും വിചാരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ളൊരു പ്രോഡക്റ്റ് കുറഞ്ഞ വിലയ്ക്ക് കൊടുത്താൽ ബിസിനസ് വിജയിക്കുമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ഡോക്യുമെന്റേഷനിലോ പണം വാങ്ങുന്നതിലോ നിയമങ്ങൾ പാലിക്കുന്നതിലോ ഒക്കെ വരുന്ന പിഴവുകൾ കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രോസസ്സിലെ പിഴവുകൾ. ശരി, അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രോസസ്സിലേക്ക് വരാം. പണവും അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സും. നിങ്ങൾ ഇത് രണ്ടും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യമിരിക്കുന്നത്. ഇതൊരു പക്ഷേ കയറ്റുമതിയിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. പണം എങ്ങനെ എപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലെത്തുമെന്ന് വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലാതിരിക്കുക. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങൾ ലക്ഷങ്ങളുടെ സാധനങ്ങൾ കപ്പൽ കയറ്റി അയച്ചു. പക്ഷെ ഒരു ചെറിയ പേപ്പറിലെ പിഴവ് കാരണം ആ പണം നിങ്ങളുടെ കയ്യിലെത്തുന്നില്ല. ആ ഒരു അവസ്ഥ ഓർത്തുനോക്കൂ. കസ്റ്റമറെ വിശ്വസിക്കാം, പക്ഷെ ഒരു സിസ്റ്റത്തെ വിശ്വസിക്കുന്നതാണ് അതിലും പ്രധാനം. ഈ ഒരു വാചകം എക്സ്പോർട്ട് ബിസിനസിന്റെ ബൈബിളാണെന്ന് പറയാം. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അയച്ച കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾക്ക് ഒരു വിലയും ഇല്ലാതായി പോകും. കാരണം സിസ്റ്റം അനുസരിച്ച് ആ രേഖകൾക്കാണ് വില, സാധനങ്ങൾക്കല്ല. ഇവിടെ നോക്കൂ, ഒരു ഇൻവോയ്സിൽ വന്ന ഒരു ചെറിയ തെറ്റ്, ചിലപ്പോ ഒരു ഡേറ്റ് മാറിയതായിരിക്കാം, അതെങ്ങനെ ഒരു വലിയ പ്രശ്നമായി മാറുന്നുവെന്ന്. ബാങ്ക് ഡോക്യുമെന്റ് തള്ളുന്നു, പണം കിട്ടുന്നത് വൈകുന്നു, അവസാനം കസ്റ്റമറുമായി വലിയൊരു വഴക്കിൽ കാര്യങ്ങൾ അവസാനിക്കുന്നു. എല്ലാം തുടങ്ങിയത് ഒരു നിസ്സാര തെറ്റിൽ നിന്നാണ്. ഓക്കേ, ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ പലപ്പോഴും ഏജന്റുമാരെ ആശ്രയിക്കാറുണ്ട്. പക്ഷേ നിയമപരമായി ഉത്തരവാദിത്തം ആർക്കാണ്? ഇതിൽ പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ക്ലിയറിംഗ് ഏജന്റുമാരൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടാകും. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിയാൽ പോലും നിയമത്തിന്റെ മുന്നിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്, കയറ്റുമതിക്കാരനാണ്. അതിന്റെ നഷ്ടം സഹിക്കേണ്ടതും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കയറ്റുമതിയുടെ നിയമങ്ങളൊക്കെ പിന്നെ പഠിക്കാം, ആദ്യം ഒരു ഷിപ്മെന്റ് അങ്ങ് അയക്കാം എന്ന ചിന്തയുണ്ടല്ലോ, അത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. അത് നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അപ്പോ ഈ 3 കാര്യങ്ങൾ, കസ്റ്റംസ്, ബാങ്കിംഗ്, പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് നിയമങ്ങൾ, നിങ്ങൾ ആദ്യത്തെ ഓർഡർ എടുക്കുന്നതിന് മുൻപ് പഠിച്ചിരിക്കണം. അല്ലാതെ പ്രശ്നം വന്ന ശേഷം പഠിക്കാനിരുന്നാൽ ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് കസ്റ്റമറുടെ കാര്യത്തിലേക്ക് വരാം. ഒരു നല്ല ബിസിനസ് പങ്കാളിയെ എങ്ങനെ കണ്ടെത്താം? ഓർക്കുക, ഒരു വലിയ ഓർഡർ തന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ നല്ല കസ്റ്റമർ ആകണമെന്നില്ല. അപ്പോ എങ്ങനെ ഒരു നല്ല കസ്റ്റമറെ തിരിച്ചറിയാം? വലിയ ഓർഡറുകളും പെട്ടെന്നുള്ള തീരുമാനങ്ങളും വലിയ വാഗ്ദാനങ്ങളും കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആവേശത്തിലാകും. പക്ഷേ സൂക്ഷിക്കണം, ഒരു നല്ല പാർട്ട്ണർ എപ്പോഴും വ്യക്തമായി സംസാരിക്കും, ഉണ്ടാക്കിയ കരാറിനെ ബഹുമാനിക്കും, ഏറ്റവും പ്രധാനമായി പേയ്മെന്റിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. അതാണ് യഥാർത്ഥ വിശ്വാസ്യത. നമ്മൾ സംസാരിച്ചു വന്നതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടൊരു കാര്യമുണ്ട്. അത് ശരിയായ ഒരു മാനസികാവസ്ഥയാണ്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. എക്സ്പോർട്ട് ബിസിനസ് ഒരു 100 മീറ്റർ ഓട്ടമല്ല, അതൊരു മാരത്തണാണ്. പെട്ടെന്ന് കോടീശ്വരനാകാമെന്ന് വിചാരിച്ചു വരരുത്. ക്ഷമയോടെ ഓരോ പടിയായി സിസ്റ്റം ദുരുസ്താക്കി മുന്നോട്ടു പോകുന്നതിലാണ് വിജയം. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ എല്ലാം ഒരു ചുരുക്കമാണിത്. ഒരു നല്ല എക്സ്പോർട്ട് ബിസിനസ് പടുത്തുയർത്താൻ നിങ്ങൾക്ക് വേണ്ടത് ഈ 3 തൂണുകളാണ്: ശരിയായ അറിവ്,
തെറ്റുപറ്റാത്ത ഒരു പ്രോസസ്സ്, പിന്നെ ഏറ്റവും പ്രധാനമായി ക്ഷമ. അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ്? നിങ്ങളുടെ ഉൽപ്പന്നത്തിലാണോ അതോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലാണോ? നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നൊന്ന് ചിന്തിക്കൂ.